വാപ്പാന്റെ അരികിലെത്തുന്നതിന് മുമ്പ് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കരം കവർന്നെടുത്തിട്ട് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറഞ്ഞതാ തങ്കക്കുടമായ മോനെ, അല്ലാതെ വാപ്പാന്റെ തലവെട്ടാൻ പിടിപ്പിക്കുന്ന മതമല്ല. വാപ്പയെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഉമ്മാന്റെ കാഴ്ചവെട്ടിന് സ്വർഗത്തിന്റെ മധുരിമയുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞ ആരംഭപ്പൂവല്ലേ, അതുകൊണ്ട് വാപ്പാന്റെ തലവെട്ടാൻ പറയുമോ എന്ന് ചോദിച്ചിട്ട് ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിനെ മടക്കി കൊണ്ടുവരികയാ. രക്തത്തിളപ്പിന്റെ പ്രായം, പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിൽ നിൽക്കുന്ന സമയം. സുബ്ഹാനല്ലാഹ്, നമുക്ക് അതിൽ കോടിയിൽ ഒരംശം നമ്മുടെ നെഞ്ചിലുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറ ഒരു അനാവശ്യമായ പ്രവർത്തനത്തിനും പോകില്ല. ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരൊക്കെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. കുറെ കാലം കഴിഞ്ഞു ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു രോഗിയായി. അൽഹംദുലില്ലാഹ്, ഇവിടെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. നിങ്ങളത് അറിയാത്തവരോട് ഞാൻ പറയാൻ, ചെറിയൊരു സ്ഥാപനമാണ്, വലിയ പടവുകൾ കിടക്കേണ്ട സ്ഥാപനമാണ്. ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം ഒരിക്കലും ചെറുതായി പോകാൻ പാടില്ല. നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. കരുണക്കടലായ റബ്ബേ, രാജസയ്യിദായ പടച്ചവനെ, അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട സംഘാടകർ പൂർണ്ണമായ ലക്ഷ്യത്തോടു കൂടി വെച്ച് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ എന്നാണോ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമത്ത് ഉച്ചരിച്ച് ഈമാനോടെ മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം കാരുണ്യവാനായ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 1500 തികയുന്ന തിരുവസന്തത്തിന്റെ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും മഹബ്ബത്തും ചരിത്രങ്ങളും സ്നേഹ വായ്പുകളും ഒക്കെയായി മുളയിറച്ചാൽ എന്ന ഈ പ്രദേശത്ത് അൽഹംദുലില്ലാഹ്, ഈ ഓഡിറ്റോറിയത്തിന്റെ തിരുമുമ്പിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം. എനിക്ക് തോന്നുന്നു ഈ മജ്ലിസ് ചിലപ്പോ ആ ഒരു മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തന്നതായിരിക്കാം. അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ പ്രദേശത്ത് സാധാരണ വീടിന്റെ പരിസരത്തും മഹലിലൊക്കെ വാഴു പരിപാടികളും നബിദിന ആഘോഷ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ജംഗ്ഷനിൽ കുറച്ച് ഗ്രാമവാസികൾ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് റിഫായി എഡ്യൂക്കേഷണൽ സെന്ററിന്റെ ഒരു പുതിയ തുടക്കമായി നാഥനായ റബ്ബ് കബൂലാക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്, ഒരുപാട് നീട്ടിയൊന്നും പോയി നിങ്ങളെ വിഷമിപ്പിക്കില്ല. മഴപൊടി അങ്ങോട്ട് കയറി